ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട കോലാഹലങ്ങൾ പെട്ടെന്നുണ്ടായതല്ല. ദീർഘനാളായി സിനിമയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. സിനിമയിൽ അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയരായവരും ഇരകളും എല്ലാം വേട്ടക്കാർക്കെതിരെ പൊട്ടിത്തെറിച്ചു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഹേമ കമ്മിറ്റി മുമ്പാകെ രഹസ്യമൊഴി നൽകിയവരും അമ്പരപ്പിലാണ്. ഈ മൊഴി പുറത്തുവന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വ്യക്തം. അവളൊന്നുറക്കെ കരഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന മട്ടിൽ പൈങ്കിളി ഡയലോഗുകൾ പടച്ചുവിട്ട സിനിമാക്കാർ അവരുണ്ടാക്കിയ സിനിമയേക്കാൾ എത്രയോ പരമബോറന്മാരാണ്. അത്തരം വാർത്തകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നു. നിലനിൽപ്പിനായുള്ള ശ്രമത്തിലാണ് വേട്ടക്കാർ, അതിജീവനത്തിന് ഇരകളും. നമ്മുടെ സിനിമാ മേഖല ഒട്ടും ജനാധിപത്യപരമായല്ല പ്രവർത്തിക്കുന്നത്. നടിമാരെ വെറും ഉപഭോഗ വസ്തുക്കളായി, ചരക്കുകൾ മാത്രമായി കരുതുന്നവരാണ് ഭൂരിഭാഗവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം പുറത്തുവന്ന വെളിപ്പെടുത്തലുകളുമെല്ലാം ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു അഗ്രം മാത്രമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എത്രയോ മനുഷ്യരുടെ നിശബ്ദമായ തേങ്ങലുകളുടെ ശാപവും പേറിയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. അർദ്ധരാത്രിയിൽ സൂര്യനുദിക്കാൻ അഴിഞ്ഞു വീഴും നന്മമരങ്ങളുടെ മുഖംമൂടികൾ. കുറ്റം പറയരുതല്ലോ, പുതുതലമുറ മുൻഗാമികളെക്കാൾ മികച്ച മനുഷ്യരാണ്. അല്പം കാറ്റും വെളിച്ചവുമൊക്കെ സിനിമാ മേഖലയിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ ഒതുക്കാൻ നടന്ന ശ്രമങ്ങളുടെ കഥകൾ താരത്തിൻ്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എത്രയോ അറിയാ കഥകൾ. അമ്മയും ഫെഫ്കയും പോലുള്ള സംഘടനകൾ മുൻനിരക്കാർക്കും അവരുടെ സ്തുതിപാഠകർക്കും ഒപ്പം മാത്രമാണ് നിൽക്കുന്നത്. സൂപ്പർ താരങ്ങൾ മാത്രമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമ. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. താരസിംഹാസനങ്ങൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ കഴിഞ്ഞിരുന്നില്ല. പല വിഷയങ്ങളിലും എന്തിന് ഒടുവിൽ സംഭവിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വെറും നോക്കുകുത്തിയായിരുന്നു ഈ സംഘടനകൾ. നടിയെ ആക്രമിച്ച കേസിൽ പോലും വേട്ടക്കാരനും ഇരയ്ക്കും ഒപ്പം നിന്ന് ബാലൻസ് കീപ്പ് ചെയ്യുകയായിരുന്നു സംഘടനകൾ. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും മരണമണി മുഴങ്ങുന്നു. ചലച്ചിത്ര രംഗത്ത് പുതിയൊരു സംഘടന വരുന്നു. നിലവിലുള്ള സംഘടനകൾക്ക് മറ്റൊരു സംഘടന. സംവിധായകരായ അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് അബു, രാജീവ് രവി, നടി റിമ കല്ലിങ്കൽ, ചലച്ചിത്ര പ്രവർത്തകൻ ബിനീഷ് ചന്ദ്ര എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച സൂചനയുള്ളത്. ഇക്കാലത്തെ മറ്റ് വ്യവസായ മേഖലകളുമായി തുലനം ചെയ്യുമ്പോൾ സിനിമാ മേഖല പിന്നിലാണ്. ആധുനിക സംവിധാനങ്ങളും നിയമ ചട്ടക്കൂടുകളും കൂട്ടുത്തരവാദിത്വവും ഉൾക്കൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണിത്. ചലച്ചിത്ര പ്രവർത്തകർ പ്രസ്താവനയിൽ പറയുന്നു. സമത്വം, സഹകരണം, സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളിൽ വേരൂന്നിയ ഈ സംഘടന തൊഴിലാളികളുടെയും നിർമ്മാതാക്കളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും വ്യവസായത്തെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു. അമ്മയിലും ഫെഫ്കയിലും അഭിപ്രായ ഭിന്നതയുണ്ട്. അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള അമ്മയുടെ ഭാരവാഹികളെല്ലാം ഒഴിഞ്ഞത്. ഫെഫ്കയിലും പൊട്ടിത്തെറിയുണ്ടായി. സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. അതിനിടയിലാണ് പുതിയ സംഘടന വരുന്നു എന്ന സൂചന എത്തുന്നത്. മലയാള സിനിമയിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശാൻ തുടങ്ങുന്നു. അതിൻ്റെ തുടക്കമായി സിനിമയിലെ പുതിയ കൂട്ടായ്മ മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം.